സുഗമോ ദേവിയിൽ ഒടുവിൽ ആ ഒരു ദിവസം വന്നെത്തുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ ആ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷ ദിനത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ. ആരായിരിക്കും നമ്മുടെ സത്യം നമ്മുടെ ബലരാമനോട് വെളിപ്പെടുത്തുക? അവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? നമ്മുടെ ദേവിയുടെയും നന്ദന്റെയും കല്യാണം കഴിഞ്ഞ കാര്യം അവിടെ പറയുകയാണോ, അല്ലെങ്കിൽ നമ്മുടെ നന്ദന്റെയും മീരയുടെയും കല്യാണം അനൗൺസ് ചെയ്യുകയാണോ? ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെ ആയിരിക്കുമോ വരാൻ പോകുന്നത്? അപ്പൊ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ആകാംക്ഷയിലാണ് അവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ സിദ്ധാർത്ഥൻ നമ്മുടെ രജനിയുടെയും നമ്മുടെ ഗിരീഷ് മാഷിന്റെയും കല്യാണം കൂടി അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ പ്രഭാവതിയെ ചേർത്ത് നിർത്തിയ ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മുടെ ദേവിയുടെയും നന്ദന്റെയും കല്യാണം കഴിഞ്ഞ കാര്യം അറിയിക്കുകയാട്ടോ എല്ലാവരെയും. അപ്പൊ ആൾക്കാരുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാവതിക്ക് ഒന്നും തന്നെ പ്രതികരിക്കാനാവാതെ ഇങ്ങനെ കരഞ്ഞു പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് പ്രതികരിക്കാനോ ഒച്ചവെക്കാനോ ആൾക്കാർ ഇത്രയും ഇരിക്കുകയല്ലേ. അവരുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യാനാകാതെ നമ്മുടെ ബലരാമനും കട്ടകൽപ്പോടെ നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു അനൗൺസ്മെന്റ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ബലരാമനും സിദ്ധാർത്ഥനും നമ്മുടെ പ്രഭാവതിയും തമ്മിൽ ഒരു ചർച്ചയും സംസാരവും ഒരു യുദ്ധവും ഒക്കെ വരാൻ പോകുന്നത്. പ്രേക്ഷകരെ, ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പോരാതെ തന്നെ നമ്മുടെ കലാവതിയും നമ്മുടെ പ്രഭാവതി കരിവാരത്തേക്കാൻ മാക്സിമം ശ്രമിക്കാൻ അവിടെ എത്തുന്നുണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ദിനത്തിൽ കേട്ടോ. അപ്പൊ നമ്മുടെ കലാവതിയും കൂടി ആകുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥന് ഇരട്ടി ശക്തി തന്നെ ആയിരിക്കും. കലാവതി എന്തായാലും നമ്മുടെ പ്രഭാവതിക്ക് കരിതേക്കാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പൊ നമ്മുടെ കലാവതി നമ്മുടെ സിദ്ധാർത്ഥനൊപ്പം നിന്ന് നമ്മുടെ പ്രഭാവതിയെ ചവിട്ടി മെതിക്കാൻ തന്നെ ആയിരിക്കും അവിടെ തീരുമാനം. അങ്ങനെ മൊത്തത്തിലൊരു കുഴഞ്ഞ് മറിഞ്ഞൊരു എപ്പിസോഡ് തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ ഇനി സുഗമോ ദേവിയിൽ വരാൻ പോകുന്നോട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ദേവിയെ. പോരാതെ തന്നെ നമ്മുടെ മീര പറയുന്നുണ്ട് നമ്മുടെ ദേവിയെ വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിന് മുമ്പ് അവിടെ നിന്ന് മാറ്റണമെന്ന്. അപ്പൊ അതെങ്ങനെയൊക്കെയായി തീരും? നമ്മുടെ ദേവിയെ കടത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ കലാവതിക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.